കാൽവിൻ പെർഫ്യൂംസിൻ്റെ 57ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പിറന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഞങ്ങളുടെയും ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. ആക്ച്വലി ഇപ്പോൾ നല്ല തണുപ്പുള്ളൊരു സമയമാണ്. നമുക്ക് വലിയ ഹെവി പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒരു അക്വാട്ടിക് പെർഫ്യൂംസ്, സിട്രസ് പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് നല്ലോണം ലാസ്റ്റിങ് ഈ ഒരു സമയത്താണ് അക്വാട്ടിക് പെർഫ്യൂംസും സിട്രസ് പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പക്ക ടൈം. നല്ലോണം ലാസ്റ്റിങ് കിട്ടും ഈ ഒരു ഇതാണ്. ചൂടത്തേക്കൊക്കെ ഇറങ്ങിയാൽ മാത്രമേ ഇല്ലാതെ വരുള്ളൂ. ഞാനൊരു സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ടോപ്പിക്ക് അതല്ല കേട്ടോ. എൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഷോപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ചിലവായി പോകുന്ന ഒരു 5 പെർഫ്യൂംസ്, 5 ബ്രാൻഡുകളുടെ ഓരോ പെർഫ്യൂംസും ആണത്. ഞാൻ അതാണ് ഇന്നൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി ഈ പെർഫ്യൂംസിൻ്റെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. 1-2-3 വീഡിയോസ് ഞാൻ ഇൻഡിവിജ്വലി ആ പെർഫ്യൂംസിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2-3 പേര് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടാട്ടോ ഞങ്ങളുടെ ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂംസ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറബിക് പെർഫ്യൂംസിനോടാണ് കൂടുതൽ താല്പര്യം. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് അതാണല്ലോ, പൊതുവെ ചൂടും കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് കാരണം എല്ലാവരും കൂടുതലും മേടിച്ചുകൊണ്ട് പോകുന്നത് അറബിക് ടൈപ്പ് പെർഫ്യൂംസ് ആണ്. ഫ്രഞ്ച് പെർഫ്യൂംസ് എടുത്താലും അത് കൂടുതൽ പോകുന്ന പ്രവാസികളാണ് കൂടുതലും ഫ്രഞ്ച് പെർഫ്യൂംസ് കൂടുതലും മേടിക്കുന്നത്. പിന്നെ ഒരു AC ആംബിയൻസിൽ വർക്ക് ചെയ്യുന്ന പക്ക ഫുൾ ടൈം AC ആംബിയൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, കാരണം അവർക്കൊക്കെയാണ് അതിൻ്റെ ഒരു സുഖം, ഫ്രഞ്ച് പെർഫ്യൂംസിന്റെ ഒരു സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെയിലത്തും നമ്മളിപ്പോൾ ഔട്ട്ഡോറിലും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് ഫ്രഞ്ച് പെർഫ്യൂംസിന്റെ ആസ്വാദനം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എപ്പോഴും നല്ലത് അറബിക് പെർഫ്യൂംസ് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഷോപ്പിൽ എപ്പോഴും വന്ന് മേടിക്കുന്ന ആളുകൾ കൂടുതലും മേടിക്കുന്നത് അറബിക് ടൈപ്പ് പെർഫ്യൂംസ് ആണ്. ഞാൻ ഇന്ന് ടോപ്പിൽ നിന്ന് പോകുന്ന 5 മെയിൻ പെർഫ്യൂംസ്. അതിൽ ഒന്നാമത്തത് രസാസിയുടെ ഷൂറ പോർഹം. ഷൂറ പോർഹം ഒരു ഫ്രൂട്ടി ടൈപ്പ് അറബിക് പെർഫ്യൂമാണ്. 1-2 വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. നല്ല ലാസ്റ്റിംഗ് ആണ്. ഒരു 4-5 hours ഔട്ട്സൈഡ് തന്നെ നമുക്ക് കിട്ടുന്ന പെർഫ്യൂമാണ്. മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അരോചകമല്ല. ഈ അറബിക് പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഭയങ്കര കുത്തലുള്ള പക്ക ഊത് അങ്ങനത്തെ അല്ല കേട്ടോ ഞാനിത് പറയുന്നത്. നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള അറബിക് പെർഫ്യൂംസ്, ഞാൻ അതാ ഉദ്ദേശിച്ചത്. റസാസിയുടെ ഷൂറ അതാണ് ടോപ്പ് സെല്ലിംഗ് ആയിട്ട് ഒന്നാമതായിട്ട് എൻ്റെ കയ്യിൽ പോകുന്ന പെർഫ്യൂം. പിന്നെ പോകുന്ന പെർഫ്യൂം ഇമ്പീരിയർ വാലി, ഗിസ, കുവൈറ്റിന്റെ പെർഫ്യൂമാണ്. ഇമ്പീരിയർ വാലി ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആണ്. കൂടുതൽ ആളുകൾ വീണ്ടും 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 മേടിക്കുന്നുണ്ട്. അതിന് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ നോട്ട്സുകളും കൂടി വരുന്ന ഒരു മൾട്ടിപ്പിൾ കോംപ്ലിക്കേറ്റഡ് പെർഫ്യൂമാണ്. നല്ല രസമുള്ളൊരു സ്മെല്ലാണ് ഇമ്പീരിയർ വാലി എന്ന് പറയുന്ന പെർഫ്യൂം. ഗിസ, കുവൈറ്റിന്റെ പെർഫ്യൂമാണ്. പിന്നെ ലാസ്റ്റ് ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പേ ചെയ്ത രസാല, അറേബ്യൻ ഊദിന്റെ രസാല, അതൊരു എന്താ പറയുക, ഒരു മാജിക്കൽ പെർഫ്യൂമാണ്. ശരിക്കും പറഞ്ഞൊരു ഡാർക്ക് ചോക്ലേറ്റ്, നമ്മൾ സ്വീറ്റ്നെസ് ഉള്ള ചോക്ലേറ്റ് അല്ല കേട്ടോ, നമ്മുടെ കറുത്ത ചോക്ലേറ്റ് ഇല്ല, കറുത്ത കയ്പുള്ള ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിന്റെ സ്മെല്ലും ഊതും കൂടി വരുന്നൊരു മിക്സ് ആണ്. നല്ല ലാസ്റ്റിങ്. എല്ലാവരും മേടിച്ചവരെല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു പെർഫ്യൂമാണ് അറേബ്യൻ ഊദിന്റെ രസാല എന്ന് പറയുന്ന പെർഫ്യൂം. പിന്നെ നമ്മുടെ ആദിൽ ഖാദിറിയുടെ പെർഫ്യൂം ഷനായ. ആദിൽ ഖാദിർ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നേരിട്ടാണ് എല്ലാ പെർഫ്യൂംസിനെയും പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പെർഫ്യൂം ഷനയ എന്ന് പറയുന്ന പെർഫ്യൂം. ഒരുപാട് പെർഫ്യൂംസ് ഈ ഓരോ കമ്പനിക്കും ഉണ്ട് കേട്ടോ. എൻ്റെ ഷോപ്പിൽ നിന്ന് പോകുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഷനയ അതൊരു ഊതും ചോക്ലേറ്റും എന്താ പറയണ ഒരു സ്മോക്കി ടൈപ്പ് എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന നല്ല ലാസ്റ്റിംഗ് ഉള്ള ഒരു പെർഫ്യൂമാണ് ഷനയ എന്ന് പറയുന്നത്. ഇപ്പൊ അവർ പുതിയ പെർഫ്യൂം കൂടി ഇറക്കിയിട്ടുണ്ട്, ഷനയ ഗോൾഡനും കൂടി പുതിയൊരു പെർഫ്യൂം 2024 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. ഇത് കൂടുതൽ പോകുന്ന പെർഫ്യൂം എന്ന് പറയുന്നത് ഷനയ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. പിന്നെ നമ്മുടെ അഹമ്മദ് അൽ മഗ്രിബിയുടെ പെർഫ്യൂം ഊദ് ആൻഡ് റോസസ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെർഫ്യൂം ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുന്നത് മെർജ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. പക്ഷെ നമ്മുടെ ഷോപ്പിൽ നിന്ന് കൂടുതൽ പോകുന്നത് ഊദ് ആൻഡ് റോസസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. മെർജും നമുക്കുണ്ട് കേട്ടോ. ഊദ് ആൻഡ് റോസസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഊതും റോസും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. അത് രണ്ടുപേർക്കും ഉപയോഗിക്കാം, യൂണിസെക്സ് ആയിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന പെർഫ്യൂംസാണ്. ഈ 5 പെർഫ്യൂമാണ് ഷോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഞാനതൊന്ന് എംഫസൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു പെർഫ്യൂം പരിചയപ്പെടുന്നവരെ എല്ലാവർക്കും ടാറ്റ.